ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മൾ കിച്ചണിലേക്ക് പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സിൻ്റെ അൺബോക്സിങ് വീഡിയോയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക. ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ചാനൽ നേരെ വീഡിയോയിലേക്ക് പോകാം. എന്തൊക്കെയാണ് നമ്മൾ പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ. അതിന് മുന്നേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസും വ്ലോഗ്സും എല്ലാം ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്കിതാ ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള പ്രോഡക്റ്റ്സ് എന്ന്. അപ്പോൾ ഇതാ ആദ്യം തന്നെ നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് ഒരു ഇൻഡക്ഷൻ കുക്കറാണ്. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പിജിയോൻ്റെ ഇൻഡക്ഷൻ കുക്കറാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തിരുന്ന ഇൻഡക്ഷൻ കുക്കർ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഇൻഡക്ഷൻ കുക്കറായിരുന്നു. ഇതിപ്പോൾ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഇൻഡക്ഷൻ കുക്കറാണ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. എല്ലാം കൂടുതലായിട്ടും നല്ല ഹെവി ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. പക്ഷേ ഇത് നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് എടുത്ത് യൂസ് ചെയ്യാനൊക്കെ നല്ല ഈസിയാണ്. നമുക്ക് ഈസി ആയിട്ട് കുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പ്രോഡക്റ്റാണിത്. ഇപ്പോൾ എല്ലാവരുടെയും അവൈലബിൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണിത്. ഇത് നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകുന്ന ടൈമിൽ ഒന്നും കൂടി കുക്കിംഗ് ഒക്കെ ഈസി ആക്കാനായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഫങ്ഷൻസ് ടച്ച് മോഡലിലും വരും, അതുപോലെ തന്നെ ബട്ടൺ മോഡലിലും വരും. നമ്മളിപ്പോൾ ഇത് ബട്ടൺ മോഡലിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ പിക്ചർ വരുന്നത്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. നമുക്കിതിലേക്ക് പ്രഷർ കുക്കറും അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ പാത്രങ്ങളാണ് കൂടുതലായിട്ടും യൂസ് ആക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സ്കൂൾ ടൈമിലൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സും ഫംഗ്ഷനും എല്ലാം ഇതിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിൻ്റെ ഒരു എൻഡ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ്. ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. ഇതൊരു ക്ലാസിക് അലൂമിനിയം പ്രഷർ കുക്കറാണ്. പ്രഷർ കുക്കറാണ്. നമുക്ക് കുറഞ്ഞ ക്വാണ്ടിറ്റിയിലുള്ള ഫുഡ് പ്രോഡക്റ്റൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈസി കുക്ക് വെയർ ആണിത്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. നമുക്ക് ചെറിയ ചെറിയ ഐറ്റംസൊക്കെ യൂസ് ചെയ്യാനായിട്ട് എന്തായാലും ഹെൽപ്ഫുള്ളായിരിക്കും. ഈ കുറഞ്ഞ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, ഈ 1/2 കിലോ അങ്ങനെയുള്ള വരുന്ന ആ ഒരു ചെറിയ ചെറിയ ക്വാണ്ടിറ്റി ഇല്ലേ, അതൊക്കെ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ പ്രോഡക്റ്റാണ്. നമുക്ക് കുറച്ചൊക്കെ മതി വെക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ പാത്രമൊന്നും എടുത്ത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു 3 ലിറ്ററിൻ്റെ കുക്കർ യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല കുഴിവുള്ളൊരു കുക്കറാണിത്. ഇതിന് കുഴിവ് കൂടിയിട്ട് ഇങ്ങനെ വട്ടം കുറച്ച് കുറവായിട്ടുള്ളൊരു കുക്കറാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഈ ഒരു കുക്കർ. 3 ലിറ്ററിൻ്റെ കുക്കറാണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള അലുമിനിയത്തിൻ്റെ കുക്കറാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രോഡക്റ്റ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണിത്. ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. ഇതൊരു കടായിയാണ്, നോൺ സ്റ്റിക്കിൻ്റെ കടായിയാണ്. നമുക്ക് ഒരു 1-1.5 കിലോയൊക്കെ അളവിൽ വരുന്ന ബീഫും ചിക്കനും എല്ലാം കുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കടായിയാണ്. കൂട്ടത്തിൻ്റെ അറ്റാച്ച്ഡ് ആണ്, ലിഡ് ഉണ്ട്. നല്ല ഒരു ഹെവി ആയിട്ടുള്ളൊരു ലിഡാണ് ഇതിൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുള്ളത്. നല്ല സ്റ്റീലിൻ്റെ ഹെവി ആയിട്ടുള്ളൊരു ലിഡും അതുപോലെ തന്നെ നോൺ സ്റ്റിക്കിൻ്റെ കടായുമാണ് ഈ ഒരു കോംബോയിൽ വന്നിട്ടുള്ളത്. 1.5 കിലോ അളവിലുള്ള എന്ത് ഫുഡ് പ്രോഡക്റ്റ് നമുക്കിതിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. നല്ല കളറും നല്ലൊരു ക്വാളിറ്റിയും ഉള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണിത്. ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടൊരു പ്രോഡക്റ്റാണ്. നല്ലൊരു നോൺ സ്റ്റിക്കാണ് ഈ ഒരു പ്രോഡക്റ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന പ്രോഡക്റ്റുകളെല്ലാം ഒരു കോംബോ ഓഫറിൽ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു പ്രോഡക്റ്റ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് വരുന്നത് ബിരിയാണി പോട്ടാണ്. ഇത് നമുക്ക് 5 ലിറ്ററിൻ്റെ ആണ് ഒരു ബിരിയാണി പോട്ട് വരുന്നത്. 5 ലിറ്ററിൻ്റെ ബിരിയാണി പോട്ടാണിത്. ഇത് നമുക്ക് റൈസൊക്കെ കുക്ക് ചെയ്തെടുക്കാനായിട്ട് നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ബിരിയാണി പോട്ടാണിത്. അതുപോലെ തന്നെ ഇതിനും അറ്റാച്ച്ഡ് ആയിട്ട് ലിഡ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഫാമിലിക്കൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റൈസൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പോട്ടാണിത്. ഇതും നല്ലൊരു നോൺ സ്റ്റിക്കാണ്. നല്ല ഹെവി ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ് ഇത്. നമ്മൾ ഈ കാണിച്ചിട്ടുള്ള എല്ലാ പ്രോഡക്റ്റിനും ഗ്യാരൻറ്റിയും അതുപോലെ തന്നെ വാറൻറ്റിയും ഉണ്ട്. നല്ല ഒരു എൻഡ് പോർഷനിൽ ഇതുപോലെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ താഴ്ഭാഗത്തായിട്ട്. അതുപോലെ തന്നെ നല്ലൊരു ഉൾഭാഗമൊക്കെ ഉള്ളൊരു ബിരിയാണി പോട്ട് തന്നെയാണിത്. നമുക്കിത് ഇൻഡക്ഷൻ ബേസ്ഡും ആണ്. അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കടായിയാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള മറ്റേ കടായില്ലേ, അതും ഇൻഡക്ഷൻ ബേസ്ഡ് തന്നെയാണ്. ലാസ്റ്റായിട്ട് ഞാൻ കാണിക്കുന്നത് ഒരു ഉരുളിയാണ്. ഇതൊരു മീഡിയം സൈസിലുള്ള ഉരുളിയാണ്. നമുക്ക് കുറച്ച് ഇങ്ങനെ കൂടുതലായിട്ട് അവിയലും അതുപോലെ തന്നെ മീൻകറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു മീഡിയം ടൈപ്പ് ഉരുളിയാണ്. വലിയ ഫങ്ഷനൊന്നുമല്ല. നമുക്ക് എന്നാലും കുറച്ച് ക്വാണ്ടിറ്റി
കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി അലുമിനിയം ഉരുളിയാണ്. ഇത് 4ൻ്റെ സൈസാണിത്. നമുക്ക് ഇതിന് മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ആക്കിയതിൽ ഞാൻ ഇതിലും കുറച്ചും കൂടി വലുതായിട്ടുള്ളൊരു ഉരുളി കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു 6 സൈസ് വരുന്ന ഉരുളിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കിച്ചണിലേക്ക് വാങ്ങിച്ചിട്ടുള്ള ഏറ്റവും പുതിയ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ്. ഇതൊക്കെ നമുക്കൊരു കോംബോ ഓഫറിൽ കിട്ടിയിട്ടുള്ളതായിരുന്നു. അത്യാവശ്യം നമുക്ക് കിച്ചണിലേക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കോംബോ ഓഫറാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.